അവർക്ക് എന്ത് ചോദിക്കുക, അത് ന്യായമാണോ അല്ലേ എന്നുള്ളത് നമ്മളാ തീരുമാനിക്കുക. അവർക്ക് എന്ത് ചോദ്യം ചോദിക്കുക. സമസ്ത ലീഗില്ലാതെ സമസ്ത പ്രവർത്തിച്ചിട്ട് മുസ്ലിം സമുദായത്തിന് എന്താ നേടിയെടുത്തത്? പലതും നേടിയെടുക്കുന്നു നിങ്ങൾ പറഞ്ഞു, എന്താ നേടിയെടുത്തത്? നമുക്കറിയാം, കാലങ്ങളായി ഇവിടെ മുസ്ലിം ലീഗും സമസ്തയും വളരെ യോജിപ്പിലും സഹകരിച്ചും കൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായി മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ വാഗ്വാദങ്ങളും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പല വിഷയങ്ങളിലും സമസ്തയിൽ തന്നെ ലീഗ് അനുകൂലികൾ ഒരുമിക്കുകയും ലീഗിനെ അനുകൂലിക്കാത്തവരും ലീഗിനെ അനുകൂലിക്കുന്നവരുമായി രണ്ട് ചേരിതിരിവുണ്ടാവുകയും സമസ്തയെ ലീഗ് പിളർത്താൻ ശ്രമിക്കുന്നു എന്നുള്ള പുറത്തുനിന്നുള്ള പലരുടെയും ആക്ഷേപങ്ങളും മറ്റുമൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണിപ്പോൾ. പക്ഷെ നമുക്കറിയാം, ഈ എക്കാലത്തും മുസ്ലിം ലീഗും സമസ്തയും എന്ന് പറയുന്നത് പരസ്പരം സഹകരിച്ചു കൊണ്ട് പോയിരുന്നതായിരുന്നുവെങ്കിൽ ഈ അടുത്ത കാലത്ത് PMA സലാം ജനറൽ സെക്രട്ടറി ആയതിന് ശേഷം, അതായത് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയതിന് ശേഷമാണ് ഇത്തരത്തിൽ ലീഗും സമസ്തയും തമ്മിൽ ഇടയാൻ കാരണമായതെന്നും മുജാഹിദുകാരനായ PMA സലാം അദ്ദേഹത്തിന് കിട്ടുന്ന സമയങ്ങളൊക്കെ സമസ്തയെ ഇകഴ്ത്തി കാണിക്കുവാനും സമസ്തയുടെ പ്രസിഡന്റായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ആക്ഷേപിക്കുവാനും ഒക്കെ സമയം കണ്ടെത്തുന്നു എന്നുള്ളത് മുസ്ലിം ലീഗിലെ മറ്റു ചില നേതാക്കന്മാർക്കും ഇപ്പോൾ KM ഷാജിയെ പോലുള്ളവർക്കും സമസ്തയെ ഒരു ഭയവും കൂടാതെ ആക്രമിക്കുവാൻ ഒരു ധൈര്യം കൊടുത്തു എന്നുള്ള അഭിപ്രായമാണ് ചില മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത്. നമുക്കറിയാം, PMA സലാമിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ലീഗിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തത് മുതൽ ലീഗിലെ പ്രധാന ശക്തി എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിമീങ്ങളായ സുന്നികളാണ്. ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയമുള്ള സുന്നികളായ സമസ്തക്കാർ എന്ന് പറയുന്നതാണ് മുസ്ലിം ലീഗിൻ്റെ കരുത്തും ശക്തിയുമെന്ന് ഏവർക്കും അറിയാവുന്ന വിഷയമാണ്. എന്നാൽ ഈ സമസ്തയെ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ തനിക്ക് കിട്ടുന്ന അവസരങ്ങൾ ലീഗണികൾക്ക് മുന്നിൽ പോലും തൻ്റെ മുജാഹിദ് ആശയം പ്രചരിപ്പിക്കുവാനും അതുപോലെ തന്നെ ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെ സമയം കിട്ടുമ്പോഴൊക്കെ ഇകഴ്ത്തി കാണിക്കുവാനും ഈ സലാം സമയം കണ്ടെത്തുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ജിഫ്രി തങ്ങളും സലാമും പരോക്ഷമായ വിമർശനം നടത്തിയെന്നും അങ്ങനെ പറഞ്ഞുവെന്നും ഇങ്ങനെ പറഞ്ഞു എന്നുള്ള പല ന്യൂസുകളും നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും ഇപ്പൊ അവസാനമായി ഇദ്ദേഹം നടത്തിയ ഒരു പരാമർശം വിവാദമായത് നമുക്കറിയാം. ഈ പാലക്കാട് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് അനുഗ്രഹിച്ചത് പാണക്കാട് തങ്ങളാണെന്നും എന്നാൽ എതിർ സ്ഥാനാർത്ഥി CPMൻ്റെ സ്ഥാനാർത്ഥിയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച ഒരു നേതാവുണ്ടെന്നും ഇവിടെ ഏത് നേതാവാണ് ശരി എന്നാണ് ജനങ്ങൾ ഇതോടുകൂടെ തീരുമാനിച്ചതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ജിഫ്രി തങ്ങളെ പരോക്ഷമായി വിമർശിക്കുവാനും അതുപോലെ തന്നെ ഇവിടെ ഏത് പത്രമാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് സമസ്തയുടെ പത്രമായ ഈ സുപ്രഭാതത്തിനെയുമൊക്കെ വിമർശിച്ചുകൊണ്ട് പരസ്യമായി ഈ അടുത്ത കാലത്ത് ഇലക്ഷനിലൊരു വിജയമുണ്ടായപ്പോൾ ഇദ്ദേഹം രംഗപ്രവേശനം നടത്തി. പാലക്കാട് നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതും പാലക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. ഇതൊക്കെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പത്രങ്ങൾ ഏതാണ് എന്നുകൂടി ഈ തിരഞ്ഞെടുപ്പ് വ്യക്തമായിരിക്കുകയാണ്. ഏത് പത്രം പറയുന്നതാണ് കേരളീയത്തിലെ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നത് എന്ന് അതുകൂടി തെളിയിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. എതിർ സ്ഥാനാർത്ഥിയുടെ തലയിൽ കൈവച്ച ഒരു നേതാവുണ്ടായിരുന്നു ഇവിടെയൊന്നും. എന്നാൽ ആരുടെ കൂടെയാണ് കേരളത്തിലെ മുസ്ലിം സമുദായം എന്നിവിടെ വ്യക്തമായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തോടു കൂടി എന്ന് കൃത്യമായി പറഞ്ഞ ഇദ്ദേഹം പിന്നെ പറയുന്നു, അത് ഞാൻ പിണറായി വിജയനെയാണ് ഉദ്ദേശിച്ചത്. പിണറായി വിജയന്റെ കൂടെയാണ് കേരള മുസ്ലിമീങ്ങൾ അണിനിരക്കുന്നത് എന്ന് ഇദ്ദേഹത്തിന് വെറുതെ അങ്ങ് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? പിണറായി വിജയനെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. എന്നാൽ കൃത്യമായി ജിഫ്രി തങ്ങളെ ഉന്നം വെച്ചുകൊണ്ട് ഇദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല.
മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും മുസ്ലിം ലീഗിനെ തകർക്കുവാനോ ഇനി സമസ്തയെ തകർക്കുവാനോ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെന്നറിയില്ല. എന്നാൽ എക്കാലത്തും ഈ PMA സലാമിനെ താങ്ങി നിർത്തുന്ന ഒരു സ്വഭാവമായിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വത്തിനും. പ്രത്യേകിച്ച് നമുക്കറിയാം PK കുഞ്ഞാലിക്കുട്ടി പോലെയുള്ള മുതിർന്ന നേതാക്കൾക്കൊക്കെ ഉണ്ടായിരുന്നതെങ്കിൽ ഈ ഒരു പ്രസ്താവനയോടുകൂടി അതിനൊരു മാറ്റം വന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു, ഇത്തരം പ്രസ്താവനകളിനെ അനുവദിക്കുകയില്ല, ഇത് പാർട്ടിയുടെ അഭിപ്രായമല്ല, അദ്ദേഹത്തെയും ഞങ്ങൾ വിളിച്ചറിയിച്ചിട്ടുണ്ട് എന്ന്. ഇന്നലെ ഈ കുവൈത്തിൽ നടന്ന ഈ സെലിബ്രേഷൻ്റെ ഇടയിൽ PMA സലാം സാഹിബിൻ്റെ ഒരു പരാമർശം വിവാദമായിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന ഒരു വിഭാഗം രംഗത്ത് വന്നിരിക്കുകയാണ്. ജിഫ്രി തങ്ങളെ പരിഹസിച്ചു എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് അതിൽ സംഭവിച്ചത്? അതിന് പാർട്ടി ഓൺ ചെയ്യുന്നില്ല. പാർട്ടി PMA സലാം അത് ഒരു വിധത്തിൽ നിഷേധിച്ചിട്ടുണ്ട്. പിന്നെ എന്നിരുന്നാലും ആ നിലക്ക് ആളുകൾ ധരിക്കുന്നത് കൊണ്ട്, അതായത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ആളുകൾ കരുതുന്നത് കൊണ്ട് അതൊന്നുകൂടി അടിവര ഇട്ട് പറയാണ്. അതിനെ പാർട്ടി ഓൺ ചെയ്യുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ട് സംസാരിച്ചു. തങ്ങളും അത് അങ്ങനെ പറയാനാണ് പറഞ്ഞത്. പാർട്ടി അത് പിന്നീട് ആലോചിക്കുകയും ചെയ്യും. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷത്തിനു മുകളിലായി സമയാസമയം ഈ PMA സലാം ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും അതുപോലെ സമസ്തയെയും കയറി ആക്രമിക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ പരോക്ഷമായും ബാഹ്യമായും ഒക്കെ ഓരോ കമൻറ്റുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിലെ തന്നെ വലിയ അണികളുള്ള ഈ സുന്നികളെ ആക്രമിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലങ്ങളായി. പക്ഷെ അന്നൊക്കെ മുസ്ലിം ലീഗ് നേതൃത്വം സംയമനം പാലിക്കുകയും ഇദ്ദേഹത്തെ താങ്ങി നിർത്തുകയും സലാം അങ്ങനെയല്ല പറഞ്ഞത് ഇങ്ങനെയല്ല പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ താങ്ങി നിർത്തുന്ന ഒരു സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് തന്നെ ഇദ്ദേഹം പൊറുതിമുട്ടിയ ഒരു സന്ദർഭമായിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ പറയുന്നത്. ഞാൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായും സംസാരിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായം അത് വ്യക്തിപരമാണ്, ഇതിനെ പാർട്ടി ഓൺ ചെയ്യുന്നില്ല, ഇത് പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് കൃത്യമായി അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് പാർട്ടിയുടെ അഭിപ്രായമല്ല, ഇങ്ങനെ പറയരുത്. അതായത് അദ്ദേഹം ബാഹ്യമായി ഒരു നിലക്കതിന് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ആളുകൾ ഇങ്ങനെ കരുതാൻ സാധ്യതയുള്ളത് കൊണ്ട് അഥവാ പിണറായി വിജയനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അത് വിശ്വസിക്കില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനും അറിയാം, മുസ്ലിം ലീഗ് നേതൃത്വത്തിനും അറിയാം. അപ്പം അങ്ങനെ പറയുന്ന സ്വഭാവം ഇനി ഉണ്ടാവാൻ പാടില്ലെന്ന് അദ്ദേഹത്തെ താക്കീത് ചെയ്തിട്ടുണ്ട് എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ പരസ്യമായി പത്രങ്ങൾക്ക് മുന്നിൽ പറയുകയാണ്. ഇതൊരു വലിയ ചേഞ്ചാണ്. ഈ PMA സലാമിനെ കൊണ്ട് മുസ്ലിം ലീഗിനെ തകർക്കുക, മുസ്ലിം ലീഗിലെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നികളെയും മുസ്ലിം ലീഗിലെ പാണക്കാട് തങ്ങന്മാരെയും അതുപോലെ മുസ്ലിം ലീഗിനെ തൊട്ട് ഈ സുന്നികളെ അകറ്റുവാനുള്ള ഒരു മുജാഹിദുകാരൻ്റെ ഒരു തൊഴിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കമൻ്റ് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതുപോരാ, ഒന്നുകൂടി കുഞ്ഞാലിക്കുട്ടി സാഹിബ്, നമുക്കറിയാം ഈ PMA സലാം ഞാൻ പറഞ്ഞതുപോലെ ഒരു ശക്തമായ ഒരു മുജാഹിദ് ആശയക്കാരനാണ്. ഇദ്ദേഹം സമയം കിട്ടുമ്പോഴൊക്കെ മുജാഹിദിൻ്റെ ആശയം പ്രചരിപ്പിക്കാൻ മുസ്ലിം ലീഗ് വേദികൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അതിൻ്റെ ഉദാഹരണത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് മുജാഹിദുകൾക്ക് തങ്ങന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന ഒരാശയം ഇവിടെ ഇല്ല. റസൂലുള്ളാഹിന്റെ അഹ്ലുബൈത്തായ തങ്ങന്മാരെന്ന ഒരു സംവിധാനം തന്നെ ഇല്ല. അതൊക്കെ ലോകത്ത് നിന്ന് നശിച്ചുപോയി, തീർന്നുപോയി. അങ്ങനെ ഒരു കുടുംബം എന്ന സംവിധാനം തന്നെ ഇവിടെ ഇല്ല എന്ന് ഘോരഘോരം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഈ മുജാഹിദുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം സമയം കിട്ടുമ്പോഴൊക്കെ ജിഫ്രി തങ്ങളെയും മറ്റ് സമസ്തയിലെ തങ്ങന്മാരെയും പണ്ഡിതന്മാരെയും ഒക്കെ ആക്ഷേപിക്കും. എന്നാൽ സുന്നികളാശയം അതല്ല, അത് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട അണികളുടെ നയവും അതല്ല. സുന്നികളുടെ ആശയം എന്താണ്? അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ പറയട്ടെ. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തങ്ങന്മാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ബഹുമാനിക്കുന്നവർ, എല്ലാവരെയും സ്നേഹിക്കുന്നവർ, വലിയവനും ചെറിയവനും ഒന്നുമില്ല. അതുകൊണ്ടാണ് സമൂഹം അവരെ സാധാരണ ഉള്ളതിൽ കവിഞ്ഞ് അവരെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും ഒക്കെ. അവരെ പേരിൽ ഏത് പ്രസ്താവന ചെയ്യുമ്പോഴും നമ്മൾ വളരെ അധികം സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രസ്താവന തങ്ങന്മാരെ ഉൾപ്പെടുത്തി ചെയ്തതുകൊണ്ട്
അത് സംശയത്തിന് ഇടവരാത്ത വിധം അത് നിഷേധിക്കുകയാണ്. അതിനെ ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല, അതിനെ ഞങ്ങൾ തള്ളിപ്പറയാണ്. അത് അത്തരം പ്രസ്താവനകളൊന്നും ഞങ്ങൾ അനുവദിക്കുകയില്ല. അതാണ് തങ്ങന്മാരെ സ്നേഹം എന്ന് പറയുന്നത് പാണക്കാട് കുടുംബത്തിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പാരമ്പര്യമാണ്. ആ തങ്ങന്മാരെ തന്നെ അധിക്ഷേപിച്ചത് കൊണ്ട് യാതൊരു അക്കശിക്കും ഇടയില്ലാതെ ഈ പ്രസ്താവനയെ മുസ്ലിം ലീഗ് നേതൃത്വം തള്ളുകയാണ്. പാണക്കാട് തങ്ങളുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇതൊന്നും പാർട്ടി ഓൺ ചെയ്യുന്നില്ല എന്ന് സലാമിനെ PMA സലാമിനെ കൃത്യമായി തള്ളിപ്പറയുകയാണ് ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചെയ്യുന്നത്. കാരണം കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അറിയാം തങ്ങന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹമാണ് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ അണികൾ എന്നുള്ളത്. അതുമാത്രവുമല്ല, പാണക്കാട് തങ്ങന്മാരെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ തങ്ങൾ സ്നേഹം കാണിച്ചുകൊണ്ടാണ് നമ്മുടെ മുസ്ലിം ലീഗ് ഇവിടെ വളർത്തിയെടുത്തത് എന്നും കൃത്യമായി അറിയുന്ന ഒരു വലിയ നേതാവാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. പാണക്കാട് തങ്ങന്മാരുടെ നേതൃത്വത്തിലാണല്ലോ കേരള മുസ്ലിമീങ്ങൾ ഈ മുസ്ലിം ലീഗിൽ അണിനിരന്നത്. തങ്ങന്മാരെ കാണിച്ചുകൊണ്ട് വളർത്തിയെടുത്ത മുസ്ലിം ലീഗിലെ ഇപ്പോൾ ഇന്നലെ പെയ്ത മഴക്ക് ഇന്ന് പൊടിച്ചു വന്ന തവര എന്നോണം ഈ PMA സലാമിനെ പോലുള്ള ചില മുജാഹിദുകൾ കടന്നു വന്നുകൊണ്ട് ഇദ്ദേഹം നമുക്കറിയാം പല പാർട്ടികളും കയറി നിരങ്ങിയാണ് മുസ്ലിം ലീഗിൽ എത്തുന്നത്. അങ്ങനെ കയറി നിരങ്ങി ഇവിടെ എത്തി ഇദ്ദേഹത്തിനൊരു സ്ഥാനം ലഭിച്ചപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ സുന്നികളെ ആക്രമിക്കുകയും മുസ്ലിം ലീഗിനെ തകർക്കുകയും മുസ്ലിം ലീഗിലെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികളെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകൾ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വലിയ മോശത്തരമാണ്. ഇങ്ങനെ സുന്നികളെ തങ്ങന്മാരെ പറഞ്ഞുകൊണ്ട് സുന്നികളെ അനാദരവ് കാണിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തത് പോരാഞ്ഞിട്ട് ഇദ്ദേഹം നമുക്കറിയാം 3-4 മാസങ്ങൾക്ക് മുമ്പാണ് ഇദ്ദേഹം ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഒരു കടന്നു കയറി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിലേക്ക് തന്നെ ഏതോ ഒരു മുജാഹിദ് മൗലവിയോ മറ്റോ സംസാരിക്കുന്നത് പോലെ എന്തിനാണ് നിങ്ങൾ ഈ ഇടയാളന്മാരെ വിളിക്കുന്നത്, നിങ്ങൾക്ക് പടച്ചവനോട് നേരിട്ട് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തെ തന്നെ ഒരു വേദിയിൽ വെച്ച് ഇദ്ദേഹം തുറന്നാക്ഷേപിക്കുന്ന ഒരു സമീപനം ഉണ്ടായി. നമുക്കതൊന്ന് കേൾക്കാം. ഗ്രൂപ്പ് അതിനപ്പുറം ഒരു തെരീക്കത്തിന്റെ ഇമാമമാര് നമുക്ക് ആവശ്യമില്ല ഒരു ജില്ലയിലും. എന്തിനാ ഇത്ര ഈ മുരീദന്മാരായി നടക്കുന്നത്? എന്തിനാ അതിന്റെ ആവശ്യം? നേരിട്ട് പടച്ചവനോട് പറഞ്ഞാൽ പറ്റും. ഞാനതില്ല. അപ്പൊ അതുകൊണ്ട് നാസർ സാഹിബ് മലയാളത്തിൽ പറഞ്ഞു ഇടയാളന്മാർ വേണ്ട. മൂപ്പർ അതിന്റെ ആളാണ് പോലും, ഞാനതിൻ്റെ ആളാണ്, മൂപ്പരതിൻ്റെ ആളാണെന്ന് നമുക്ക് മനസ്സിലായിക്കണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം ഒരു തികഞ്ഞ മുജാഹിദ് ആശയം പ്രചരിപ്പിക്കുകയും തികഞ്ഞ മുജാഹിദുകാരനാണെന്നും നമുക്ക് മനസ്സിലായിരിക്കുന്നു. ഈ പ്രസംഗം കേട്ടുകൊണ്ട് മുജാഹിദ് മൗലവിമാർ പോലും പ്രസംഗിച്ചത് സലാമെ അങ്ങ് നേരെ സ്വർഗത്തിൽ പോകും, കാരണം ഞങ്ങൾ വർഷങ്ങളായി ഇത് പ്രസംഗിച്ച് നടന്നിട്ട് ഞങ്ങളെ കേൾക്കാനും ഇത്രയധികം ആളുകളിലേക്ക് എത്തിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങളൊരു വേദിയിൽ ഇത് പറഞ്ഞപ്പോൾ കേരളത്തിലെ ന്യൂസ് ചാനലുകളും കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് യഥാർത്ഥ മൗലവി, യഥാർത്ഥ ഈ മുജാഹിദ് ആശയം പ്രചരിപ്പിക്കുന്നയാളെന്ന് മുജാഹിദ് മൗലവിമാർ പോലും പ്രസംഗിച്ച് നടക്കുകയാണ്. ഇദ്ദേഹത്തെ കൊണ്ട് ഗതികെട്ട് ഇദ്ദേഹം ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ മുസ്ലിം ലീഗിലെ ഒരു വലിയ വിഭാഗം അണികളായ സുന്നികളെയും ആ സുന്നികളുടെ ഇവിടുത്തെ ആധികാരിക സംഘടനയായ സമസ്തയെയും ഇങ്ങനെ ആക്രമിക്കുകയും പരോക്ഷമായും ബാഹ്യമായും വിമർശിക്കുകയും ചെയ്യുന്നത് പൊറുതിമുട്ടിയപ്പോഴാണ് നമ്മുടെ ദിവസങ്ങൾക്ക് മുമ്പ് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇദ്ദേഹത്തെ പിടിച്ചു കെട്ടണം, അല്ലെങ്കിൽ ആക്കേണ്ടടുത്ത് കൊണ്ട് ആക്കണം, അല്ലെങ്കിൽ ഇതിന് ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന് പരസ്യമായി പ്രസംഗിക്കേണ്ടി വന്നത്. നമുക്കതൊന്ന് കേൾക്കാം. ആക്ഷേപങ്ങൾ അധിക്ഷേപങ്ങളൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് ഞങ്ങൾ മറുപടി പറയുമ്പോൾ പല തകരാറുകളും പലർക്കും പലതും സംഭവിക്കും, പലതും പറ്റും, മനസ്സിലായി, പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഈ ഉള്ള ഐക്യം, ഈ സന്തോഷം, ഈ കൂട്ടായ്മ ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകണമെന്ന് എല്ലാ ഭാഗത്തുനിന്നും അതിനുള്ളതായ ഉദ്ദേശമുണ്ടോ ആ നിലക്ക് നല്ല നിലക്ക് നീങ്ങാൻ വേണ്ടി ഓരോരുത്തർ ശ്രമിക്കുക. ഇതുപോലുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും വിമർശനങ്ങളുമായും കൊണ്ട് വരുന്നതായ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരെ കടിഞ്ഞാണിടേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് നമുക്ക് പറയാനുള്ളത് അവരെ കടിഞ്ഞാണിടുക, അല്ലെങ്കിൽ പിടിച്ച് കെട്ടിടുക, അല്ലെങ്കിൽ എവിടെയാണ് കൊണ്ടാക്കേണ്ടത് അങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടാക്കുക. അപ്പോൾ അതാണ് ഇത്തരക്കാരെ കടിഞ്ഞാണിടുക, അല്ലെങ്കിൽ പിടിച്ച് കെട്ടുക,
അല്ലെങ്കിൽ ആക്കേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി ഉത്തരവാദിത്തപ്പെട്ട ആളുകളാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് മുസ്ലിം ലീഗും മറ്റും അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവിടെ വളരെ ശക്തമായി പറഞ്ഞത്. നമുക്കറിയാം, മുസ്ലിം ലീഗിനെ തകർക്കുന്ന ഒരു സമീപനമാണ് ഈ PMA സലാം എക്കാലത്തും ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്രയധികം കാലം മുസ്ലിം ലീഗ് ഇദ്ദേഹത്തെ താങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ ജിഫ്രി തങ്ങൾ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തെ പിടിച്ചു കെട്ടുവാനും കടിഞ്ഞാനിടുവാനും തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സിഗ്നലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബും സാദിഖലി തങ്ങളും ഒക്കെ ഇദ്ദേഹത്തെ പരസ്യമായി പ്രസ്താവനയിൽ നിന്ന് തള്ളിപ്പറയാൻ ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഇദ്ദേഹം ഇനി അധികകാലം ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അണികളിലൊരു വലിയ വിഭാഗത്തിന് ഇദ്ദേഹത്തെ കണ്ടുകൂടാ. അണികളിൽ സ്വീകാര്യതയില്ലെങ്കിൽ പിന്നെ അദ്ദേഹം എന്ത് ജനറൽ സെക്രട്ടറിയാണ്? അണികളുടെ സ്വീകാര്യത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നേതൃത്വവും ഇദ്ദേഹത്തെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു. പാണക്കാട് തങ്ങളടക്കം ഇദ്ദേഹത്തെ തള്ളിപ്പറയുന്ന മുതിർന്ന നേതാവായ, നമുക്കറിയാം, മുസ്ലിം ലീഗിന്റെ കടിഞ്ഞാൺ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കഴികളിലാണ് എന്ന് നിസ്സംശയം പറയാവുന്നതാണ്. എന്നാൽ ആ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഇപ്പോൾ തള്ളിപ്പറയാൻ തുടങ്ങിയത് ഒരു നല്ല സൂചന തന്നെയാണ്. ഇദ്ദേഹത്തിനെ അധികകാലം ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുവാനുള്ള സൗഭാഗ്യം ഉണ്ടാവുകയില്ലെന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഇദ്ദേഹത്തെ ഉടനടി പുറത്താക്കുകയോ മറ്റോ ചെയ്തിട്ടില്ലെങ്കിൽ അത് മുസ്ലിം ലീഗ് തന്നെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.